ചങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർവതി തെരുവോത്ത് ഇന്നലെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, എന്നെ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നേ, എന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം വേറെയൊന്നുമല്ല. അതായത് മമ്മൂട്ടിക്കെതിരെ കസബ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്, ആണുങ്ങളോടുള്ള മൊത്തത്തിലുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണോ എന്താണെന്നറിയില്ല, പാർവതി തെരുവോത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുവട് മുന്നേ തന്നെയാണ്. ഈ പാർവതി തെരുവോത്തിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ടോയ്ലറ്റിലിരിക്കുന്ന മൂത്രമൊഴിക്കുന്ന ഒരു സീനുണ്ട്. അത് എന്തിനാണെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? പടം ഓടാൻ വേണ്ടിയിട്ടല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്? തിരക്കഥയിൽ അത് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ, ഇത് കാണിക്കണം നിർബന്ധമുണ്ടാ? അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയാണ് ആ രംഗം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കാനിച്ചു പോകും. പിന്നെ ചില ഞരമ്പന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ടാണ് ചില ഞരമ്പന്മാർ പടത്തിന് കയറുകയും ചെയ്യുന്നത്. അത് കൃത്യമായിട്ടും അതിൻ്റെ വാണിജ്യം കൃത്യമായിട്ടും എന്ന് പറഞ്ഞാൽ അറിയാവുന്നവനാണ് നിർമ്മാതാവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സംവിധായകനും. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ പാർവതിയെ കൊണ്ട് ഒഴിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ അതാരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി എന്താ ന്യായീകരിക്കോ? അത് സിനിമയല്ലേ, തിരക്കഥയല്ലേ എന്നല്ലേ പാർവതി പറയാ? സിനിമയ്ക്ക് വേണ്ടിയിട്ടും തിരക്കഥയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഞാനത് ചെയ്തത് എന്നല്ലേ പാർവതിക്ക് പറയാ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരോ എഴുതി വെച്ചൊരു തിരക്കഥ, കസബ എന്ന് പറയുന്നൊരു മൂവി, അതിൻ്റെ അകത്ത് പോയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്നൊരു താരം അഭിനയിച്ചത് കൊണ്ട് അയാൾ സ്ത്രീകളെ മുഴുവൻ മോശക്കാരാക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഇത് ആദ്യം തന്നെ ആരെ പേരില്ല എന്ന് പറയുന്നത് അത് എഴുതിയോൻ്റെ പേരിലല്ലേ പറയേണ്ടത്? അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പാർവതിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സിനിമയിൽ അഭിനയിച്ചു. ടോക്സിക് പോലെയുള്ള സിനിമ സംവിധാനം ചെയ്തു. ഈ നീതി പുലർത്തിയോ? അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നീതി ഇവരൊക്കെ പുലർത്തിയോ? ഒന്നുമില്ല. പാർവതി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തോ വലിയൊരു സംഭവമാണ്. അതൊന്നും അല്ല. എൻ്റെ അഭിപ്രായത്തിന് തന്നെ നല്ലൊരു നടിയായിരുന്നു പാർവതി. ഒരുപാട് അസൂയയും കുശുമ്പും പിന്നെ എന്ന് പറഞ്ഞാൽ താൻ തന്നെ ഭാവവും അഹങ്കാരവും ഇതെല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒക്കെയുള്ള അഹങ്കാരവും ആണുങ്ങളോടുള്ള പൊതുവെയുള്ള വെറുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ പാർവതി എന്ന് പറയുന്ന നടി ഇതുപോലെ ആയതെന്നേ ഞാൻ പറയുള്ളൂ. പാർവതി ഇന്നലെ പറയുന്നുണ്ട്, അതായത് കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-6 വർഷം മാത്രമേ സ്ത്രീകൾക്ക് നടിയായി തിളങ്ങാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ 20ാമത്തെ വർഷമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും പാർവതിയുടെ അവസ്ഥ എന്താ? ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത്രയേ ഉള്ളൂ. അല്ലാതെ പാർവതി എല്ലാ സിനിമയിലും അഭിവാജ്യ ഘടകമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായിട്ടോ ഒന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധമായിട്ടുള്ള പുരുഷ വിരോധം അല്ലെങ്കിൽ നടന്മാരോടുള്ള വിരോധം കൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ സ്വയം ഇത് നശിപ്പിച്ചതാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോരാടണമെങ്കിലും ഇതാകണമെങ്കിലും ഒരാളെ വ്യക്തിഹത്യൊന്നും ചെയ്യണ്ട. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ടാർഗറ്റ് ചെയ്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ മറ്റൊരു സംഘടനയിൽ പോയിട്ട് അവിടെ നിന്നും എന്താണ് ചെയ്തത്? അവിടെ നിന്നും ഈ നടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴിനി അഭിനയിക്കാൻ പാടില്ല, ഇവരൊക്കെ വിരമിക്കണം എന്നുള്ള തരത്തിൽ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. 100 കോടി 200 കോടി മമ്മൂട്ടി മോഹൻലാൽ അല്ലാതെ വേറെ ആരാ അടിക്കുന്നത്? ഇപ്പോഴും ചില നടന്മാർ വന്ന് അടിക്കുന്നുണ്ട്. അപ്പൊ മമ്മൂട്ടി മമ്മൂട്ടിയായാലും അവർക്കെന്ന് പറയുന്ന താരമൂല്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ പാർവതിയെ പോലെയുള്ള പുരുഷ വിരോധികൾ ഇല്ലെങ്കിൽ അന്ധമായിട്ട് ഈ നടന്മാരോടുള്ള വിരോധമുള്ളവര് അവരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ പാർവതിയുടെ ഗതി എന്താ? പാർവതി എന്ന് പറയുന്ന നടി വളരെ ഉയരത്തിലെത്തേണ്ട ഒരു നടി തന്നെയായിരുന്നു. പക്ഷേ അവര് തന്നെ അവരുടെ എല്ലാം ഇട്ട് ഉടക്കുകയാണ് ചെയ്തത്. അതായത് വൈകുവോളം വെള്ളം കോരിയിട്ട് കലോട്ട് ഉടച്ചു എന്ന് പറഞ്ഞ പോലെ അവർ ചെറുപ്പത്തിലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്നാ പറഞ്ഞിട്ട് ആ ഒരു സിനിമയിൽ വരുന്ന മറന്നുപോയായിരുന്നു, മൊയ്തീൻ, ഇന്ന് നിന്റെ മൊയ്തീൻ. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അഭിനയമല്ലേ? അങ്ങനെയുള്ള അഭിനയം കാഴ്ചവെച്ച പാർവതിക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്? പാർവതി തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പാർവതി പിന്നെയും പിടിച്ചു നിന്നു. പക്ഷെ ഇപ്പോഴും പാർവതി പറയുന്ന ഒരു കാര്യം, എൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ ആൾക്കാർ വരുന്നില്ല, അല്ലെങ്കിൽ എന്നെ സിനിമക്ക് വിളിക്കുന്നില്ല. എങ്ങനെ വിളിക്കും? ആരും വിളിക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊരു സൈബർ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. പാർവതി പറയുന്നത് പാർവതിക്ക് മാത്രമാണ് ശരി, അത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് ഒരിക്കലും ശരിയല്ല. മമ്മൂട്ടി എന്ത് പഴച്ചു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരോ എഴുതി വെച്ച ഒരു തിരക്കഥയല്ലാതെ മമ്മൂട്ടി അതിൻ്റെ അകത്ത് എന്തു പഴച്ചു? അയാളാണോ ഈ തിരക്കഥ എഴുതുന്നത്? അങ്ങേരോട് അഭിനയിച്ചു, അങ്ങേര് പോകുന്നതെന്നല്ലാതെ അങ്ങേര് ഏതെങ്കിലും ഒരു സ്ത്രീയെ പിന്നെ മോശപ്പെടുത്തണം എന്ന് കരുതിയിട്ട് അങ്ങേര് സംസാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങേരെ സംസാരിക്കത്തില്ല. ഏതെങ്കിലും ഒരു സ്ത്രീയെ മോശപ്പെടുത്തണം എന്ന് കരുതിയിട്ട് അങ്ങേരെ സംസാരിക്കൂല. കാരണം അങ്ങേര് ഭാര്യയെ പറ്റിയിട്ട് തന്നെ വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടത് നമ്മുടെ ഭാര്യ തന്നെയാണ്. ആ ഭാര്യ എന്നുള്ള ബന്ധത്തിൽ നിന്നാണ് സകല ബന്ധങ്ങളും ഉണ്ടാകുന്നത്. അതാണ് പാർവതിയെ പോലെ ഉള്ളവർ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ പാർവതിക്കോ പാർവതിയുടെ കൂടെയുള്ളവർക്കോ കഴിയില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഈ അസൂയയും കുശുമ്പും ബാധിച്ചിട്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മലയാള സിനിമ ഇവരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല, ഇവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എന്ന് ഇവരൊക്കെ വളർന്നു പോവുകയും ചെയ്യുന്നത് അതിനെതിരെയുള്ള ഒരു അസൂയ മാത്രമാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പാർവതിയുടെ കൂടെയുള്ള ഗീതു മോഹൻദാസ് പോയിട്ട് ടോക്സിക് എടുത്തപ്പോൾ ഇവരാരെങ്കിലും എന്തെങ്കിലും ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. എല്ലാവർക്കും അവനവൻ്റെ പൈസയും അവനവൻ്റെ കരിയറും ഇതൊക്കെയാണ് വലുത്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പാർവതിക്ക് മനസ്സിലാകാത്തതും അത് തന്നെയാണ്. പാർവതിയെ മാത്രമല്ല ഞാൻ പറയുന്നത്, പാർവതിയെ പോലെ ഒരുപാട് പേര് ഇതുപോലെ കുറ്റവും കുറവും പറഞ്ഞിരിക്കുന്നുണ്ട്. അതിലും നല്ലതെന്ന് പറഞ്ഞാൽ നല്ല നല്ല സിനിമകൾ കിട്ടുമോ നോക്കുക, ഇനിയെങ്കിലും വായ അടക്കി വെക്കാൻ നോക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ദേഷ്യങ്ങൾ ഉണ്ടാകാം. നമ്മൾ കൃത്യമായിട്ടും ടാർഗറ്റ് ചെയ്തിട്ട് ഒരാളെ പറയുമ്പോഴാണ് ജനങ്ങൾ പോലും നമ്മളെ വെറുത്തു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും പാർവതിയെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മൈൻഡ് ചെയ്യാത്തത്? അത് പാർവതി പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ഓരോ മനുഷ്യനും അറിയാം, അതാണ് മനസ്സിലാക്കേണ്ടത്. അന്ധമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, അന്ധമായിട്ടുള്ള ആൺവിരോധങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരത്തിലെത്തിക്കത്തില്ല. നമ്മൾ ഒരു തരത്തിൽ നെഗറ്റീവായി പോകത്തേ ഉള്ളൂ. എന്തിനാണ് ആണുങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നത്? ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും എല്ലാ ആണുങ്ങളും ഒരുപോലെയാണോ? നമുക്കൊക്കെ ദേഷ്യമുള്ള എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്. പക്ഷെ നമ്മളെന്താ അന്ധമായിട്ട് വിരോധം വെച്ച് പുലർത്തുകയാണ്? ഒരിക്കലുമല്ല. അവരവരുടെ വഴി, നമുക്ക് നമ്മളുടെ വഴി, അതല്ലേ വേണ്ടത്. പാർവതിക്ക് ഇനിയും സമയമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ ഒരു ചുറ്റുവട്ടത്തു നിന്ന്, ആ ഒരു കൂട്ടത്തു നിന്ന് പാർവതി പുറത്ത് കിടക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പുരുഷ വിരോധമുള്ള ഇപ്പോഴും പാർവതിക്ക് തോന്നുന്നുണ്ടാകും ഇതൊന്നും വേണ്ടായിരുന്നു, എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു വലിയ നടി ഇവിടെ ആകേണ്ടതല്ലേ എന്നുള്ള ഒരു വിചാരം പാർവതിക്ക് ഉണ്ടാകും. പക്ഷേ പാർവതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ലോകത്തേക്ക് പോയി, അത്രയേ ഉള്ളൂ. എന്നാൽ ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോൾ പാർവതി ഈ വാക്കൊന്നും പറയുന്നുമില്ല. എന്തിനാണെന്നോ എൻ്റെ ബാത്റൂം സീൻ എന്തിനാണല്ലോ കാണിക്കുന്നതെന്ന് ചോദിച്ചോടെ? എന്തിനാ അങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെന്താ സീന്, അതിന് ആവശ്യമുള്ളതാണോ അത്? അപ്പൊ അവരൊക്കെ അഭിനയിക്കുമ്പോൾ ഇത് തിരക്കഥക്ക് ആവശ്യമുള്ളതും മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ തിരക്കഥക്ക് ആവശ്യമില്ലാത്തതും, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുവേ ഉള്ളൊരു സംഭവം. അല്ലാതെ വേറെ തേങ്ങാക്കൊലിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് പാർവതിയെ പോലെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ അന്ധമായിട്ടുള്ള പുരുഷ വിരോധം വെച്ചിട്ട് ഇങ്ങനെ പെരുമാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നിങ്ങളുടെ നാശത്തിലേക്ക് എത്തിക്കുന്നതും. എനിക്കൊക്കെ വളരെയധികം സങ്കടമുണ്ട്. കാരണം പാർവതിയുടെ ഓരോ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടയിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ്. ആ ഒരു സിനിമയുണ്ടല്ലോ, നേഴ്സായിട്ടൊക്കെയുള്ള സിനിമ, അതിൻ്റെ അകത്തൊക്കെ പാർവതി പാർവതിയുടെ അഭിനയം കണ്ടപ്പോൾ ശരിക്കും നമ്മൾ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ പാർവതി. ആ പാർവതിയാണ് മറ്റു പലർക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു പലരോടുമുള്ള വൈരാഗ്യമോ ദേഷ്യമോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി തന്നെ അവരെ സ്വയം അങ്ങ് എന്നാ പറയേണ്ടത് ആ പാതാളത്തിലേക്ക് താഴ്ത്തിയെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ പാർവതി ചേർന്നതല്ല ഇത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നടികളുണ്ട്, രമ്യ നമ്പീഷിനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് നടികൾ അനാവശ്യമായിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഏതോ ഒരുത്തൻ തെറ്റ് ചെയ്തതിന് ലോകത്തുള്ള ആണുങ്ങളെ തെറ്റും പഴിചാരേണ്ട ആവശ്യമില്ല. ഏതോ ഒരു നടൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള നടന്മാർ ഏറ്റും അതാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള നടന്മാർ മുഴുവൻ അതിനെതിരെ അഭിപ്രായം പറയണം എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അതായത് നമുക്ക് എല്ലാ കാര്യത്തിനും പിടിച്ച് അഭിപ്രായം പറയാൻ കഴിയും. നമുക്ക് ഒരുത്തിനോട് ദേഷ്യമുണ്ടെന്ന് എഴുതിയിട്ട് അവൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവനോട് അഭിപ്രായം പറയാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് പാർവതിയോട് എനിക്ക് പറയാനുള്ളത്, ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകൾക്ക് നിങ്ങൾക്ക് തിരക്കഥയും മമ്മൂട്ടി പറയുമ്പോഴും മാത്രം അത് ഭയങ്കര വിരുദ്ധതയുമാകുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.